ഇന്നത്തെ റെസിപ്പി കഴിഞ്ഞ ദിവസം നമ്മൾ നീതാസ് വ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലിൽ ചെയ്തിരുന്നതാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ ആവശ്യപ്പെട്ടിരുന്നു നമ്മൾ ഇടിയപ്പത്തിൻ്റെ കൂടെ പൊട്ടറ്റോ കറി ഉണ്ടാക്കിയപ്പോൾ ആ പൊട്ടറ്റോ കറിയുടെ റെസിപ്പി ഒന്ന് കാണിക്കുകയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പൊട്ടറ്റോ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ കറി. ഇതിൽ അധികം മസാലകളില്ല എന്നുള്ളതാണ് ഈ ഒരു കറിയുടെ പ്രത്യേകത. മസാലകൾ ഇഷ്ടമുള്ളവർക്ക് ഈ കറിയോട് അത്ര താല്പര്യം തോന്നില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസാലകൾ ഇഷ്ടമാണെങ്കിലും അധികം മസാല ചേർക്കാത്ത കറികളും നമ്മൾ കഴിച്ച് ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇടയ്ക്കൊരു ചേഞ്ച് ആയിട്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ മസാലകളൊന്നും ഇല്ല, വീട്ടിൽ കറി ഉണ്ടാക്കാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കറികൾ ഉണ്ടാക്കാം. പിന്നെ മസാലകൾ അധികം കഴിക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. പക്ഷെ നമ്മൾ മലയാളികൾ മസാലകൾ കഴിച്ച് ശീലിച്ചു പോയതുകൊണ്ട് നമ്മുടെ ആ നാവിന് മസാലകളുള്ള ടേസ്റ്റാണ് ഇഷ്ടപ്പെടുക. എങ്കിലും ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലെ കുറച്ച് പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ പെരിഞ്ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും മസാല ഇല്ലെങ്കിലും ഈ കറി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും രണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. 2 ഉരുളക്കിഴങ്ങ് എടുക്കുക, കുറച്ച് തേങ്ങാപ്പാലൊക്കെ എടുക്കുക, നന്നായിട്ട് ഈ ഒരു കറി റെഡിയാക്കി എടുക്കുക. ഇടിയപ്പത്തിൻ്റെയോ അപ്പത്തിൻ്റെ ഏതിൻ്റെ കൂടെയാണ് കഴിച്ചിട്ട് ഇഷ്ടമായതെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ പൊട്ടറ്റോ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു സവോള, പിന്നെ ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി, ചെറിയ പീസ് ഇഞ്ചി മതി. പിന്നെ ഉരുളക്കിഴങ്ങ് ഗ്യാസാണ്, ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും എന്നൊക്കെ പേടിയുണ്ടെങ്കിൽ 2-3 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല. ഒരു 3 പച്ചമുളക്, നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർക്കാം. അതുപോലെ കുറച്ച് വേപ്പില. ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് മീഡിയം വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ സവോള നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചി പൊടിയായിട്ട് മുറിച്ചെടുക്കാം. ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ സവോള കട്ട് ചെയ്തെടുക്കാം. സവോള സാധാരണ പോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് വഴറ്റിയെടുക്കാനുള്ളതാണ്. സവോള പൊടിയായിട്ട് മുറിക്കുക അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. ഇതുപോലെ നീളത്തിലങ്ങ് കട്ട് ചെയ്ത് വഴറ്റിയെടുക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും. 2 ഉരുളക്കിഴങ്ങിന് ഒരു സവോള മതി കേട്ടോ. സവോള കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കറിയിൽ ആ സവോളയുടെ ടേസ്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് നിൽക്കുക. നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയുടെ ടേസ്റ്റ് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ഞാൻ ഈ സവോള മുഴുവൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട്, അതുപോലെ തന്നെ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്താണ് ചേർക്കേണ്ടത്. ചെറുതായിട്ട് മുറിക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ കിടന്ന് വേവുമ്പോൾ പച്ചമുളകിൻ്റെ പീസുകളൊക്കെ നമുക്ക് എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ പറ്റില്ല. അതുകൊണ്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ എളുപ്പത്തിൽ തന്നെ എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ പച്ചമുളക് ഇതുപോലെ നീളത്തിലൊന്ന് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ ഈ വെള്ളത്തിലേക്ക് തന്നെയാണ് കട്ട് ചെയ്തിടാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഇഞ്ചിയുടെ പീസൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാം. ഉരുളക്കിഴങ്ങ് തീരെ പൊടിയായിട്ട് കട്ട് ചെയ്യരുത്, അതുപോലെ വലിയ പീസുകളായിട്ടും കട്ട് ചെയ്യരുത്. ഒരു മീഡിയം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങ് മുഴുവൻ കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് മൺചട്ടിയിലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലോ ചെയ്യുന്നതാണ് കേട്ടോ ടേസ്റ്റ്. കുക്കറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, സവോള, കറിവേപ്പില
കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കണം, അപ്പോഴേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് ഒരുവിധം ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി ഒന്ന് ബ്രൗൺ ഷെയ്ഡായി തുടങ്ങും. ഒരുപാടങ്ങ് ബ്രൗൺ ഷെയ്ഡായി പോകണ്ട. അപ്പോൾ ഇതിൽ മസാലപ്പൊടികളൊന്നും അധികം ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കുന്നത്. മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ മസാലപ്പൊടിയോ ഒന്നും ചേർക്കാതെയുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മസാലപ്പൊടി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. അത് ചില ആളുകൾക്ക് മസാലയുടെ ഫ്ലേവർ നിർബന്ധമായിരിക്കും, അങ്ങനെയാണെങ്കിൽ മാത്രം ചേർക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുമ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ പെരിഞ്ജീരകപ്പൊടി മാത്രം മതി നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട്. പെരിഞ്ജീരകം നമ്മൾ ഇടയ്ക്ക് കുറച്ച് പൊടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കറികളിലും ഇതുപോലെ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോൺ വെജ് റെസിപ്പീസ് ചെയ്യുമ്പോഴാണെങ്കിലും പെരിഞ്ജീരകപ്പൊടി ആവശ്യം വരാറുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് പെരിഞ്ജീരകം വീട്ടിലൊന്ന് പൊടിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. ചൂടാക്കിയൊന്നും പൊടിക്കേണ്ട, വെറുതെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. പിന്നെ തക്കാളി ഒന്നും ചേർക്കണ്ട കേട്ടോ. തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർക്കാൻ പോവുകയാണ്. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഈ പൊടികളുടെ ആ ഒരു റോ സ്മെല്ല് മാറി വരുന്നത് വരെ, അതായത് ഒരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ കുക്കായി വരും. അപ്പോൾ മുളക് പൊടി താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റും കളറും എല്ലാം മാറും. ഇപ്പോൾ എന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ ആ ഒരു എരിവ് മാത്രമേ ഈ കറിക്ക് ഉണ്ടാവുള്ളൂ. അതാണ് ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. നമ്മളെല്ലാ കറിയിലും മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ പല കറികൾക്കും പല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പൊടികളൊന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഈ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നമ്മളിനി ഒന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉരുളക്കിഴങ്ങിലേക്ക് ആ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് നമ്മൾ കുറച്ച് ചൂടുവെള്ളം റെഡിയാക്കി വയ്ക്കുക. നമ്മുടെ ഈ കറി നമ്മൾ ചൂടുവെള്ളത്തിലാണ് കുക്ക് ചെയ്യേണ്ടത്. പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് വഴറ്റുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റൊക്കെ മാറിപ്പോവും. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ വഴറ്റി തുടങ്ങിയിട്ട് ഒരു 4-5 മിനിറ്റായി. ഞാനിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ചേർക്കുകയാണ്. ഈ ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ചേർക്കുക. നമ്മൾ എത്ര ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ചേർക്കുക. കുറച്ചുകൂടി വെള്ളം വേണം, അപ്പോഴേ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മുങ്ങിക്കിടക്കുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ. നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുന്ന വലിപ്പം അനുസരിച്ച് 8 മുതൽ 10 മിനിറ്റ് വരെ സമയം കൊണ്ട് ഉരുളക്കിഴങ്ങ് കുക്കായി വന്നോളും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ കുക്കായിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നത്. എല്ലാ പീസുകളും ഉടയ്ക്കേണ്ട, ഒന്ന് വലിയ പീസുകളുള്ളത് 2-3 ആയിട്ടൊന്ന് മുറിച്ചു കൊടുക്കുക പതുക്കെ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായി വരും. പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഈ സ്റ്റേജിലാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 1/4 പാല്. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ 1/2 കപ്പ് വെള്ളത്തിൽ, ഒരു പാക്കറ്റ് ചെറിയ പാക്കറ്റ് ആണെങ്കിൽ 1 പാക്കറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡർ 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വലിയ പാക്കറ്റ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുക്കുക. 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർക്കുക.
ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇത് തിളക്കരുത്, ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇതാ റെഡി ആയിക്കഴിഞ്ഞു. നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഈ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് അതൊന്നുകൂടി ഒന്ന് കുറുകും, അതുപോലെ ചൂടാവുകയും ചെയ്തോളും. അപ്പോൾ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണും കൂടി പെരിഞ്ജീരകപ്പൊടി ചേർക്കണം. ലാസ്റ്റ് ചേർക്കുമ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ കറിയിൽ നിൽക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ കറി കുറുകി തുടങ്ങി. ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി മനസ്സിലാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് ഗ്രേവി തിക്കായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒന്നും കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇത് ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ആ ഉരുളക്കിഴങ്ങിലേക്ക് നമ്മളിപ്പോൾ ലാസ്റ്റ് ചേർത്ത പെരിഞ്ജീരകപ്പൊടിയുടെ ഫ്ലേവറും കൂടെ ഒന്ന് പിടിച്ചു വന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇതാ റെഡി ആയി കഴിഞ്ഞു. ഉരുളക്കിഴങ്ങ് കറി ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വളരെ എളുപ്പമല്ലേ, 2 ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള എളുപ്പമുള്ള റെസിപ്പികളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി തരാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.